ഉള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആരെ രക്ഷപ്പെടുത്തണം? നമ്മുടെ കുടുംബത്തിലുള്ളവരെ, സമൂഹത്തിലുള്ളവരെ ഒക്കെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ആരെ നിയോഗിച്ചിരിക്കുന്നത്? നെഞ്ഞത്ത് കൈവച്ച് പറഞ്ഞ് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്നത് എസ്ഐക്കൽ പ്രവാചകനെ, ജെറാമിയാനെ, അങ്ങനെ ജെറാമിയനെ ചെയ്യാവാനൊക്കെ നിയമിച്ചിട്ടുള്ള അവര് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. നമ്മളൊക്കെ ആരാണ്? ദൈവം നിയോഗിച്ചവരാണ്. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ നേതൃത്വത്തിലെ വീട്ടിലെ ഒരാൾ വേണം. വീട്ടിലുള്ളവരെ നശിക്കാതിരിക്കാൻ, തറവാടിന് പുരോഗതി കിട്ടാൻ, സമൂഹത്തിന് ആത്മീയമായിട്ട് വളരാൻ ഒക്കെ ഒരാളെ ദൈവം നിയോഗിക്കുന്നുണ്ട്. അതിന് വിളിക്കപ്പെട്ട ആളാണ് ഞാനും നിങ്ങൾ. ഹല്ലേലൂയ. എസെക്കിയേൽ 33 അതാണ് പറയുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാനൊരു ദേശത്തിന്റെ മേൽ വാൾ അയക്കും. ആ ദേശത്തെ ജനം ഞങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായിട്ട് നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ ദേശത്തിന്റെ മേലൊരു നാശം വരുത്തുമെന്ന് ദൈവം ഒരു പ്രവാചകനോട് അരുളി ചെയ്ത് ആ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ ആ ദേശത്തിന് മേൽ വരുത്തുമെന്ന് പറഞ്ഞ ആ വാള്, ആ ദുരിതം ദൈവം അത് പിൻവലിക്കും. അപ്പൊ ഒരാളോട് പറയുന്ന ആള് ജനത്തിനോട് പറയണം. ജനം മാനസാന്തരപ്പെട്ട് അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ ആ ദേശത്തിന്റെ മേലെ, ആ കുടുംബത്തിന്റെ മേലെ, നിന്റെ ജീവിതത്തിന്റെ മേലെ നിനക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അപകടങ്ങളും ആപത്തുകളെല്ലാം ദൈവം എടുത്തു മാറ്റും.